ഹമാസ് ഭീകരരുടെ മരണ വാറണ്ടിൽ ഒപ്പിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിലെ റഫയ്ക്ക് സമീപമുള്ള ബങ്കറുകളിൽ കുടുങ്ങിക്കിടക്കുന്ന 200ഓളം ഹമാസ് ഭീകരന്മാരെ വധിക്കാനുള്ള നിർദ്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന ഇസ്രായേൽ സെക്യൂരിറ്റി ക്യാബിനറ്റിന്റേതാണ് തീരുമാനം. ഈ സെക്യൂരിറ്റി ക്യാബിനറ്റിൽ IDF-ന്റെ തലവൻ തന്നെ ഈ 200 പേരെയും ജീവനോടെ വിടാനാകില്ലെന്നും ഇവരെ ബങ്കറുകൾക്കുള്ളിലിട്ട് തീർക്കണമെന്നുമുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു. സെക്യൂരിറ്റി ക്യാബിനറ്റ് ഐകകണ്ഠേന ഈ നിർദ്ദേശത്തെ അംഗീകരിക്കുകയായിരുന്നു. റഫയ്ക്ക് സമീപമുള്ള ബങ്കറുകൾക്കുള്ളിൽ 200-ലധികം ആയുധധാരികളായിട്ടുള്ള ഹമാസ് ഭീകരന്മാർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇവരെ എങ്ങനെയും രക്ഷിക്കണമെന്ന് ഖത്തർ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അമേരിക്ക ഇസ്രായേലിനോട് ഇവരെ നിരുപാധികം വിട്ടയക്കണമെന്നും ഇവരെ നാടുകടത്തണമെന്നുമുള്ള നിർദ്ദേശം നൽകി. എന്നാൽ അമേരിക്കയുടെ തിട്ടൂരത്തിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ബങ്കറുകൾക്കുള്ളിലിട്ട് ഹമാസിന്റെ ഭീകരന്മാരെ തീർക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്നത്. ഒക്ടോബർ 7 മറക്കാനാകില്ലെന്നും ഇസ്രായേലി ജനതയ്ക്ക് നേരെ ഹമാസ് നടത്തിയ കൊടും ക്രൂരത ഒരിക്കലും പൊറുക്കാനാവില്ലെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. അതുകൊണ്ട് തന്നെ ഹമാസ് ഭീകരന്മാരോട് ഒരു ദയയുമില്ലെന്നും ഹമാസ് ഭീകരന്മാർ ദയ അർഹിക്കുന്നില്ലെന്നും ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു.